എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്ന്. കുട്ടമ്മോനാണെങ്കിൽ പറമ്പില് എന്തോ ചേനയോ ചേമ്പോ ഒക്കെ നട്ടോണ്ടിരിക്കുവാണ്. മാളിക്കുട്ടി നമ്മുടെ പുറകിൽ നിൽപ്പുണ്ട്. ദുബായ് പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ ഒക്കെ എല്ലാരും കണ്ടു കാണും അല്ലേ. അപ്പൊ അതിന്റെ കുറച്ച് പോർഷനും കൂടെ ഉണ്ട്. അവർക്ക് കുറച്ച് സർപ്രൈസ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാരും പോയി കണ്ടിട്ട് വരണം കേട്ടോ. കൊച്ചിന് പൂവ് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് അമ്മയ്ക്ക് ഉള്ളതുണ്ട്. ക്ലിപ്പ് ബുഷങ്ങളൊക്കെ കാരണം അതെന്നാടാ താഴെപ്പോയ ഇങ്ങനത്തെ ബുഷുകളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഓ എനിക്ക് വയ്യ കോളടിച്ചു. ഇച്ചിരി വൃത്തിയായിട്ടിരിക്കട്ടെ നോർത്ത്. സത്യത്തിൽ ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചു വെച്ചിരുന്നാ. അപ്പൊ ഞാൻ ഇനി പോരുമല്ലേ, അതുകൊണ്ട് ചാർക്കോളിന്റെ ഫേസ് മാസ്ക് എടുത്തോളൂ. ഇതിട്ട് ഞാൻ നിങ്ങളെയൊക്കെ ഇവിടെ ഇരുത്തും. നമുക്ക് വീഡിയോ എടുക്കാം, സെറ്റാക്കാം. എന്റെ പള്ളി തലേ വെക്കാതെ അമ്മയ്ക്ക് ബാഗ് ഇഷ്ടം. ബാഗ് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാറി മാറി. അമ്മക്ക് ഇതിന്റെ വേറൊരു വെള്ളയുണ്ട് കേട്ടോ, സെയിം. അതെ അതെ അതെ, അത് കണ്ടായിരുന്നു, കാണിച്ചു. അത് നല്ല കേട്ടോ, നല്ല ഭംഗിയുണ്ട്. കണ്ടോ, നല്ല കേട്ടോ. പിന്നെ സോപ്പ് വേണമെന്ന് പറയായിരുന്നു. സോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടമ്മ നോക്കൂ, ഇതന്നെ എല്ലാം ഒരേ കളറിലും പഠിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ഒരു സെറ്റ് സോക്സ് ഉണ്ട്. ചേട്ടായിക്ക് അവിടെ കൊണ്ടുപോകാനായിട്ട് സോക്സ് ഉണ്ട്. രണ്ടുപേർക്ക് സോക്സ് വേണമെന്ന് പറയായിരുന്നു. മേടിച്ചോണ്ട് പോവാണ്. കൊച്ചിന് പിന്നെ ഇത് വേണമെന്ന് പറഞ്ഞോണ്ട് നാപ്കിൻ മേടിച്ചോണ്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ വെറൈറ്റി സോപ്പ് പിടിച്ചിട്ടുണ്ട്, ഹിമാലയയുടെ തന്നെ. കുട്ടമ്മോന് ഓ എനിക്ക് വയ്യ അത്. പിന്നെ അമ്മയ്ക്ക് വാസ്ലിൻ വേണമെന്ന് പറഞ്ഞായിരുന്നു. നമ്മളിവിടെ ശരിക്കും ഉപയോഗിക്കുന്നത് മോളമ്മയാണ് സ്ഥിരം ഇത് ഉപയോഗിക്കുന്നത്. മോളമ്മയുടെ കാല് പറഞ്ഞു തീർച്ചയുണ്ട്. പക്ഷെ ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് അത് പറഞ്ഞു കേൾക്കുന്നില്ല. കാലിന്റെ വേദന പറഞ്ഞു കേൾക്കുന്നില്ല. എന്നാലും പൊട്ടിച്ച് തീർപ്പുണ്ട്. അപ്പൊ അത് തീരുമ്പോ ഞാൻ മോളമ്മ ഇത് മാറി നമ്മൾ പാൽപ്പൊടി വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പാൽപ്പൊടി മേടിച്ചിട്ടുണ്ട്. ചായ അതെ അതെ, അമ്മ ഇടയ്ക്ക് ഓരോ സാധനങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കി തരും. ഈ പാൽപ്പൊടി ഉള്ളതുകൊണ്ടാണ് അതെല്ലാം ഞാൻ കഴിക്കുന്നത് സത്യത്തിൽ. ചെറിയ സിംഗിൾ ബെഡ്ഷീറ്റ് വേണമെന്ന് പറഞ്ഞു. ബ്ലൂ അല്ലേ? ബ്ലൂ ആണ് ഇവിടെ ഉള്ളത് മൊത്തം. ബ്ലൂ മേടിക്കല്ലെന്നും പറഞ്ഞു. അപ്പൊ ഞാൻ വലിയ ഷോപ്പിങ്ങിനൊന്നും പോയില്ല. ജസ്റ്റ് ഒരു ഒറ്റ ദിവസത്തെ ഷോപ്പിംഗ് ഇതെല്ലാം. അപ്പം അന്നേരം എനിക്ക് കിട്ടിയ കളർ ഇതാ. ഇനി നല്ലതാണെന്നൊന്നും അറിയത്തില്ല. ഞാൻ ഓർത്തു സാരമില്ല, ഇരിക്കട്ടെ, ഏതെങ്കിലും പറഞ്ഞല്ലേ. ഇരിക്കട്ടെ. ചെറിയ ഇത് നമുക്ക് വേണം. നമ്മുടെ എന്ന് പറയുമ്പോ ഈ രണ്ട് വലിയ റൂമിലെ ഡബിൾ കോട്ടും മറ്റേതെല്ലാം സിംഗിൾ കോട്ടും ആണ്. അപ്പൊ അതിനകത്ത് കൊണ്ടുവന്ന ഡബിൾ കോട്ടിന്റെ ബെഡ്ഷീറ്റ് അതെ ഒരെണ്ണം അതിൽ കൊണ്ടുപോയി ഡബിൾ കോട്ടിന്റെ ബെഡ്ഷീറ്റ് വിരിക്കുമ്പോഴത്തേക്ക് അത് അങ്ങും ഇല്ല ഇങ്ങും ഇല്ലാത്തൊരവസ്ഥയാ. ക്ലിപ്പ് മേടിച്ചിട്ടുണ്ട്. ഓക്കെ. മൂവിന്റെ അത് സ്പ്രേയാ. ഇത് ട്യൂബ്. അച്ഛമ്മയും രാമയൊക്കെ ഉദ്ദേശിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതാ. മൂവ് ഞാൻ ഉപയോഗിക്കാം. ഇതാ അല്ലേ. മൂവ് ഇത് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നാ പറയാൻ വന്നേ, ഇതിന്റെ എല്ലാം ടെപ്പിന്റെ പാക്കറ്റ് പൊട്ടിച്ച് കളഞ്ഞത് വെയിറ്റ് പറയാം. ആണോ? എല്ലാം പൊട്ടിച്ച് മാറ്റിയല്ലേ. പിന്നെ ഇതെനിക്ക് പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട് എടുത്തതാ. കാര്യം പറഞ്ഞ ഇഷ്ടപ്പെട്ടിട്ട് ഇത് ചേരുവില്ലെന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പൊ എനിക്ക് അവിടെ വെച്ചിട്ട് പോരാനും പറ്റത്തില്ല. ഞാൻ ഇത് എടുക്കണോ വേണ്ടോ എന്നൊരു 20 മിനിറ്റ് നിന്ന് ആലോചിച്ചു. പിന്നെ ഞാൻ ഓർത്തു ഇട്ടാലും ഇല്ലേലും ഞാൻ മേടിക്കും. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ വിട്ടുകളെ.
അടിപൊളിയായിരിക്കും. എനിക്കിഷ്ടപ്പെട്ടു. അത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ടുക. ആ ഇട്ട് കാണിക്കാം. നല്ലതായിരിക്കും. അപ്പൊ ഇത് കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ്. ഫുൾ കൈ ആണ്. പിന്നെ അങ്ങനെ ചേരാത്ത ഇടാത്ത രീതിയിലുള്ള ഒരെണ്ണം. ആ അതെ അതെ സത്യവാ. അത് സത്യവാ. പിന്നെ മറിയത്തിന്റെ ക്രീം വേണമെന്ന് കൊച്ചു പറഞ്ഞു. ആ അപ്പം മറിയത്തിന്റെ ക്രീം കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സ്മെൽ. നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയ പോലെ ഇരിക്കും. അതെ സ്പ്രേയുടെ കാര്യമില്ല കുട്ടമ്മോനെ, അത് നോക്കണ്ട. മറിയം എന്റെ ഫേവറേറ്റ് ആണ്. ഇല്ല. മുഖം പാട് കേട്ടോ. ഇല്ലെന്ന്. മറിയത്തിന്റെയാണ്. ആ മറിയത്തിന്റെയാ. മറിയത്തിന്റെയാണെ നമുക്കൊന്ന് നോക്കാം. നോക്കാം അല്ലേ. പിന്നെ ഇത് അമ്മയ്ക്കുള്ള ഒരു ചുരിദാറാണ്. സെറ്റായിട്ട് വെച്ചിരിക്കാം. ടോപ്പ് അല്ലേ? ചേരുവാണ് എനിക്കിപ്പോ ഡൗട്ട്. അത് പാല ജസ്റ്റ് വെച്ച് നോക്കിക്ക്, ഇട്ട് നോക്കിയാലേ അറിയത്തുള്ളൂ. ചേരാടിക്കൊന്നുമില്ല, നന്നായിട്ട് ചേരുന്നുണ്ട് കളറ്. ചേരുവെന്നാണ് എൻ്റെ പാൻ കണ്ടിട്ടുണ്ടോ? അടി പാനുണ്ട്. ആ അടി പാനുണ്ട്, ഷോളാണേ. ഇതാ പാനല്ലേ? ആ അത് നല്ലതാമ്മേ. എനിക്ക് ആ കളറ് ഭയങ്കര ഇഷ്ടം അമ്മയ്ക്ക്. വീഡിയോയ്ക്കകത്തൊക്കെ നല്ലതായിരിക്കും തോന്നുന്നു. എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട കളർ തന്നെയാണ്. ഇഷ്ടപ്പെട്ട കളറാ. അമ്മയ്ക്ക് സാരി ഉണ്ടല്ലോ ഈ കളറിന്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇഷ്ടപ്പെട്ടു അല്ലേ? ഈ കളറിലെ സാരി ഉണ്ട്, നൈറ്റിയും ഉണ്ട്. ആ ഫ്രണ്ടിലെ വർക്കൊക്കെ നല്ലതാണ്. നല്ല ഡിസൈനായിട്ട് ചെയ്തേക്കുന്നൊക്കെയാണ് കേട്ടോ. നമ്മൾ ഇതൊക്കെ ഇട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇനി കുറച്ച് വിലസം ഞങ്ങൾ അങ്ങോട്ട്. ആ പിന്നെ എപ്പോഴാണെങ്കിലും എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു കളർ എന്റെ മക്കൾക്ക് അറിയാം കേട്ടോ. അത് നേരം. ശ്രീകുട്ടനാണേലും അറിയാം, മാളൂരാണേലും അറിയാം, പൊന്നൂരാണേലും അറിയാം. പപ്പയ്ക്ക് മേടിക്കുന്നതല്ല. പപ്പയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള എന്തെടുത്താലും പപ്പ ഇടും. ഇപ്പൊ ഞാൻ എനിക്കൊരു ബനിയൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എക്സൽ ഉണ്ടെങ്കിൽ പപ്പയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ പപ്പ തീരും. പക്ഷെ അമ്മയ്ക്ക് എളുപ്പം ആ കളർ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അമ്മയ്ക്ക് ചില കളർ മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ. അത് നമ്മള് അത് നമ്മൾ എടുത്തില്ലേ പുള്ളിക്കാരിക്ക് അങ്ങ് പിടിക്കത്തില്ല. വേറൊരു കാര്യമുണ്ട്, വിലയിലല്ല. ഞാൻ വിലയല്ല നോക്കുന്നത്. ഏറ്റവും വില കുറഞ്ഞ സാധനമായിരിക്കും ഞാൻ മേടിക്കുന്നത്. അത് പണ്ട് തൊട്ടേ അങ്ങനെയാ. പക്ഷെ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പം ഏറ്റവും വില കൂടിയ സാധനത്തിനേക്കായി അടിപൊളിയായിരിക്കും വില കുറഞ്ഞ സാധനം ഞാൻ മേടിച്ച് തയ്ച്ചിട്ട് കഴിയുമ്പോ അതെല്ലാരും പറയുന്ന ഒരു കാര്യമാണ്. എനിവേ അപ്പൊ അമ്മയുടെ ഇതൊക്കെ തപ്പിയെടുക്കാന്ന് പറയുന്നത് ഇത്തിരി പാടുള്ള കാര്യം. എങ്ങനെയൊക്കെ ഞാൻ അവിടെ ഒപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാകും. അതെ അടുത്തത് മൂന്നിനുള്ള ഒരു തൊപ്പിയാണ്. തൊപ്പി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ക്യാപ്പൊക്കെ എന്തിയോ കൊണ്ടുപോയി എനിക്കും ഒക്കെ മേടിച്ചായിരുന്നു. അതൊക്കെ എവിടെയാണ്? ഒരെണ്ണം മോനും കൊണ്ടുപോയി, ഒരെണ്ണം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ നാളെ എന്റെ ഒരു തിരക്കുകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ തപ്പാൻ കയറുമ്പോ ഇവിടെ പലതും പടക്കും. ഒരു തൊപ്പി എൻ്റെ കയ്യിലുണ്ട്. പിന്നെ പിന്നെന്ന് പറയുമ്പോ എനിക്ക് അനുചേച്ചി ബർത്ത്ഡേക്ക് മേടിച്ചു തന്നതും അതും എൻ്റെ കയ്യിലുണ്ട്. എല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് യൂസ് ആവുന്ന സാധനം. പിന്നെ ഇത് അമ്മയ്ക്കുള്ള കേട്ടോ. ഇത് ഇവിടെ ഇഷ്ടം പോലെ നല്ല പോലെ യൂസ് ആകുന്ന ഒരു സാധനമാണ്. ഇതിവിടെ കുറച്ചെണ്ണം വേണ്ട. വേണ്ട, ഇതിന്റെ എല്ലാം തീർന്നായിരുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് അതെ ഇവിടെ എല്ലാം ഗ്ലാസും അത് ഇതെല്ലാം തുടയ്ക്കാനും എല്ലാം ഫുൾ ഇതാ കേട്ടോ. പിന്നെ മോനിന് വേറൊരു പാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പോകുന്നത് വരെ ഞാൻ ഇടും. അത് ഇട്ടോ കുഴപ്പമില്ല. അതെ അതെ തരുന്ന ഇത് അതിന്റെ കാല് ആനയുടെ കൂട്ടുള്ള കാര്യം അത് നല്ല കേട്ടോ, നല്ലതാ. എനിക്കാ ഈ ഇടച്ചേർക്ക ഇനി അതും നിനക്ക് വേണം. വേണ്ട, ഞാൻ മോക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നതിന് സന്തോഷമാണ്. എനിക്കാണ് പുറകെ നിന്നിട്ട് ചിരിച്ചിട്ട്. മേടിച്ചതൊക്കെ വില കൂടുതലുള്ളതാണ്. അതെ അതെ അതല്ലാണ്ട് പറ്റത്തില്ല, വേറൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. സന്തോഷം. പിന്നെ ഇത് മോന് അവന് ഹുഡിയുള്ള വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചൂടായപ്പോ ഹുഡിയൊക്കെ അവരെടുത്ത് മാറ്റി. അപ്പൊ അതുകൊണ്ട് കിട്ടാൻ പാടാ. പിന്നെ ഇതാ മേടിച്ചു. ഇത് മേടിച്ചു. പിന്നെ അടുത്ത ഇത് കൊച്ചിന് വേണ്ടിട്ട്. പിന്നെ കൊറേ ഷിമ്മീസ് മേടിച്ചിട്ടുണ്ട് പല കളറില്. ഇതും കൊച്ചിന് പോകുമ്പോ കൊണ്ടുപോകാനായിട്ട്. ഇനിയിപ്പൊ ഇവിടെ നിന്ന് പോകാൻ നേരം ഒന്നും മേടിക്കണ്ടല്ലോ. വേണ്ട. ഇതാണ് ഞാൻ ചേച്ചിക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചേ. അതാണിത്, ഒരുപോലെ ഇടാനായിട്ട്. ഇത് എന്റെയാണ് ഞാൻ, പക്ഷെ പോകുമ്പോ ഇവിടെ ആളൊന്ന് കൊടുത്തിട്ട് പോകും കേട്ടോ.
അല്ല ഞാൻ അവളെ പാവാട ഒന്നും ഇടാറില്ല, ജീൻസോ ഉടുപ്പൊക്കെ ഇട്ടു നടക്കും. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയും ഞാനും കൂടെ ഒരേപോലത്തെ ഉടുപ്പിട്ട് നടക്കുന്നത്. കാരണം നേരത്തെ എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ചെറുതും ചേച്ചി ഭയങ്കര വലുതുമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു +2 ഒക്കെ എത്തിയപ്പോഴത്തേക്ക് ചേച്ചി ചെറുതും ഞാൻ വലുതും ആയ പോലെയാണ്. അപ്പം എനിക്ക് ചേച്ചിയുടെ കൂടെ ഓരോന്നൊക്കെ ഇട്ടുകൊണ്ട് നടക്കാം. ഞങ്ങളൊരു കോംബോ ആണ്. അങ്ങനെ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല ഇതാ. കാരണം നമ്മുടെ ഇത്ര ഏജ് ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്നത് പറയത്തില്ല. അപ്പൊ മറ്റേ ബാഗ് കൂടി ഞാൻ എടുത്തിട്ട് വരാം. എടുത്തിട്ട് വാ. മാറ്റി വെച്ചു. ഓ, ക്യാമ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നല്ല നല്ല ഉള്ളതേ പറയുള്ളൂ. കുട്ടമോൻ ഉറക്കം വരുന്നുണ്ട്. കുട്ടമോനെ ഞങ്ങള് പിടിച്ചിരുത്തിയേക്കുന്ന. അതിനകത്ത് വലിയധികം സാധനങ്ങളൊന്നുമില്ല എങ്കിലും. അയ്യോ, അതെന്റെ വോമിറ്റിംഗ് ബാഗ്. അതിൻ്റെ അകത്ത് വെക്കടോ. തന്നോടല്ല സൈഡ് പോയി തുറക്കാൻ പറഞ്ഞേ. അയ്യോ, കൊച്ചി ഇത്രയും നേരം വീഡിയോയുടെ പുറകിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ സ്ഥാനം മാറ്റി. അത് അല്ല, കൊച്ചിന് വേണ്ടി കൊണ്ടുവന്ന. ഞാൻ വിളിച്ചപ്പോഴെല്ലാം കൊച്ചിൻ്റെ മുഖത്ത് ഇങ്ങനെ കുറേ കുരുവിൻ്റെ പാട് കണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ പോകുമ്പോൾ കൊണ്ടുപോക്കോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വീക്കോടെ ക്രീം അത് ഈ നമ്മുടെ സ്കാർ മാർക്കൊക്കെ, പിമ്പിൾസിൻ്റെ സ്കാർ കളയാനായിട്ട് ഉപയോഗിക്കുന്ന മഞ്ഞപ്പൊടി, മഞ്ഞളാ. പപ്പ ഒന്ന് ആലോചിച്ചു. പിന്നെ മുഖത്ത് കുരുവൊന്നും ഇല്ലാത്തതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഇത്തിരി ചോക്ലേറ്റ് ഉള്ളത്. മുന്തിരിങ്ങ മോനുനുള്ളതാ കേട്ടോ. അവനാണത് ഇഷ്ടം, അതുകൊണ്ട് അവന് വേണ്ടിയിട്ട് അത് മേടിച്ചത്. കാഷ്യൂ നട്ട്സ്. പിന്നെ അല്ല, ഞാൻ 2-3 പാക്കറ്റ് ആക്കിയേക്കുന്നത് ഓരോന്ന് വെച്ച് അവന് കൊടുത്തു വിടാനായിട്ടും നിങ്ങൾക്കുള്ളതും ഇവിടെ മാറ്റാനും കേട്ടോ. ബദാമൊക്കെ കൂടുതലും അവൻ തന്നെയാണ്. ഞാൻ ഓർത്ത്. പിന്നെ കശുവണ്ടി. കോളേജിൽ നിന്ന് വന്നു കഴിയുമ്പോ ആശാൻ ഒരു വിശപ്പുണ്ട്. ആ വിശപ്പിന്റെ സമയത്ത് തന്നെ കഴിക്കാൻ പറ്റിയാലല്ലോ. ഭൂമി പിള്ളേരുണ്ട്, അന്നേരം എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്ത് കഴിക്കാം. അതിപ്പം 3 ദിവസത്തേക്കേ ഉള്ളൂ. അവരെല്ലാരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷെ കഴിക്കാനായിട്ട് അവര് കുട്ടികളാണേലും കൂടെ ഉള്ളവരാണേലും എന്നാ കിട്ടിയാലും കൊണ്ടുപോയി കൊടുക്കും. ഒരു മുട്ടായി കിട്ടിയാലും കൊണ്ടു കൊടുക്കും. അതെ, പിസ്ത. ഒത്തിരി ആയപ്പോഴത്തേക്ക് എല്ലാത്തിന്റെ പേര് മറന്നു പോവുള്ളൂ. ഇതെന്താ? ഇത് ആ പില്ലോടെ കവർ. അല്ല, ഇത് പില്ലോ കവർ. ആ ബെഡ്ഷീറ്റിന്റെ അത് തന്നെ. എല്ലാം പൊട്ടന്മാരാ. ഞാൻ പപ്പ അതിന് നീ ഇങ്ങോട്ട് വരുമ്പോ വണ്ടിയെ കിടന്ന് ഉറങ്ങാനായിട്ട് ഒരു പില്ലോ കൊടുക്കും. അതിന്റെ കവറങ്ങാണ്ട് ഊരി പോയിട്ട് തലക്കെ ചെയ്താൽ ദിവസമാണ് ഞാൻ എല്ലാതും ഓക്കെ. ഇങ്ങനെയുള്ള സമയങ്ങളിൽ വേണം നമ്മൾ പോക്കറ്റ് ഇരിക്കുന്നത് കാശിനെ പറ്റി ചോദിക്കാൻ. അത് ചോക്ലേറ്റാ വെച്ചേ. മണ്ട തുറക്കാൻ പറ്റും. എവിടെയെങ്കിലും പോകുമ്പോൾ കയ്യിലെടുത്തോണ്ട് ഇട്ടോണ്ട് പോവാണെങ്കിൽ വിശക്കുമ്പോൾ വയറ് കാലിയാകാതെ കഴിച്ചോണ്ടിരിക്കാം. അത് മോനൂന് സ്പ്രേ. അവന് സ്പ്രേ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ കൊച്ചിന് ഞാൻ മറിയത്തിൻ്റെ ഇത് മേടിച്ചു, അവന് സ്പ്രേയും മേടിച്ചു. കോളേജിലൊക്കെ പോകുന്നോണ്ടേ നോക്കണ്ട, അതെന്റെയാ. ഇല്ല, പുതിയതാ. വെള്ളമുണ്ട്. എനിക്ക് വെള്ള കളറില് ഇങ്ങനത്തെ ടീഷർട്ടൊക്കെ ഇഷ്ടമാണ്. എടുത്തുനിന്ന് മേടിച്ചോണ്ട് വന്നാലും തിരിച്ചു പോകുമ്പം കാണത്തില്ല. അതാ പ്രശ്നം. അതിൻ്റെ അകത്ത് വേറെ കൂടെ ഉണ്ട്. എടുക്ക്. ഇന്ന് ഞാൻ മാളുക്കുട്ടിയോടൊരു സാധനം ചോദിച്ചു. അയ്യോ, അതെന്റെ പഴയ വിനിയാണ്, അത് പുറകോട്ടിട്ടേ. ഉണ്ടടാ. അത് മാളുക്കുട്ടിയോട് ഞാൻ ഇന്നൊരു സാധനം ചോദിച്ചു. അപ്പം മാളുക്കുട്ടി എനിക്ക് തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പുച്ഛം
കാണിച്ചു. എന്തുകൊണ്ടാ? ആ ഇന്ന് അമ്പലത്തിൽ പോയപ്പോ ഇട്ടോണ്ട് പോയതില്ലേ? എയർ ഹോസ്റ്റസ് ഒക്കെ ഇടുന്ന പാവാടയാണ്. അത് അല്ല, എയർ ഹോസ്റ്റസ് അല്ല, അല്ലാണ്ട് നമ്മളിടുന്ന ഇതാണ്. അപ്പം ഇവള് മാളുക്കുട്ടിക്ക് ബ്ലാക്ക് ഉണ്ട്. അപ്പം ഞാൻ അവളോട് ചോദിച്ചു ഇതെനിക്ക് തരുമോ കൊച്ചെന്ന്. ഞാൻ ഇത് മാത്രം തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ന് വെച്ച്, എനിക്കറിയാലോ ഇത് ഇവിടെ ഉണ്ടെന്ന്. ഇഷ്ടപ്പെട്ട് എടുക്കുന്നു. അല്ല ഞാൻ പോകുമ്പോൾ ഇവിടെ വെച്ചിട്ട് പോകും, കൊച്ചെടുത്തു. അല്ലേ ഞാൻ അവിടെ ഇടത്തില്ലല്ലോ, മാറി മാറി ഇടാം. ഞാൻ ജീൻസിന്റെ നോക്കിയൊന്നും കിട്ടിയില്ല. അതിന് വൈറ്റ് ഇതും നല്ല കോമ്പിനേഷൻ. പഴയ ഉടുപ്പുകളൊക്കെയാ. ആ അത്രേ ഉള്ളൂടോ. ഇത്രയൊക്കെ ഉള്ളൂടോ, മതിയോ? അതൊരു അത്ര അല്ലേ? അല്ല അല്ലല്ല പുതിയതാ. കളഞ്ഞിട്ട് വെച്ചേക്കുന്ന ഇത് ഞാൻ പറഞ്ഞിട്ട് വന്ന് കൊണ്ടുവന്നാണോ? അത് കൊച്ചവിടെ ഉണ്ടായിരുന്നപ്പോ ഇട്ടോണ്ടിരുന്ന അത്രേ ഉള്ളൂ. ആ ശരിയാ, അതിൻ്റെ അകത്ത് ക്ലിപ്പ് ഉണ്ടായിരുന്നു. അതെന്നാന്നറിയാമോ, ഞാൻ ഏതോ ഒരു വീഡിയോക്കകത്ത് അമ്മ മുടി പിന്നെ ഇട്ടിട്ട് ഒരു ഇതുപോലത്തെ ഒരു ക്ലിപ്പ് ഇട്ടേക്കുന്നുണ്ടോ. അപ്പം ഞാൻ ഓർത്ത് തന്നാ ഇനിയിപ്പോൾ സാരി ഉടുക്കുമ്പോൾ മാറി മാറി അതിൻ്റെ തിനി കൊണ്ട് വെച്ചേ. ആ ഇല്ല, എന്നാ എൻ്റെ ഈ ബാഗിൻ്റെ അകത്തായിരിക്കും. വേണ്ട ഞാൻ നോക്കട്ടെ. ആ അതിങ്ങനെ ലിപ്സിൽ തേക്കുന്ന ഇതാണ്, ലിപ് ബാം ഒക്കെ പോലത്തെ. അപ്പം ഇത് ഈ കൊറിയൻ പ്രോഡക്റ്റ്. അപ്പം ഇത് തേക്കുവാണെങ്കിൽ ചുണ്ട് നല്ല മോയ്സ്ചറൈസർ ആയിട്ടിരിക്കും. ഇതിന്റെ വേറൊന്നും ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, സെയിം തന്നെ. അപ്പൊ അത് നല്ലതായിരുന്നു. എനിക്ക് ഹാർഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഇഷ്ടമില്ല, ഇങ്ങനത്തെ ഇഷ്ടം. അപ്പൊ ഇപ്രാവശ്യത്തെ പെട്ടി പൊട്ടിക്കൽ തീർന്നിരിക്കുന്നു സുഹൃത്തുക്കളെ. വളരെ സന്തോഷമായി. ഒരുപാട് ഡ്രസ്സുകൾ നല്ല നമ്മുടെ മനസ്സിൽ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഇഷ്ടം പോലെ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ആ ആദ്യത്തെ ആകാംക്ഷ തന്നെ ഇപ്പോഴും. അതെ അല്ലെ, എല്ലാ പെട്ടി പൊട്ടിക്കുമ്പോഴും സെയിം ഇതിന്റെ അകത്ത് ഇനി അടുത്ത തന്നെ എന്നുള്ള ത്വര തന്നെയാ കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളമ്മയ്ക്ക് 2 ജോലി, കാരണം അവിടെ പെണ്ണുങ്ങൾക്കുള്ളതൊക്കെ കുറവാണ്, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഓർത്ത് എന്നാന്നറിയാവോ, നമ്മൾ കട്ടപ്പനയ്ക്കൊക്കെ പോകുമ്പോ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കടയിൽ കയറ്റി വിടുവാണെങ്കിൽ അമ്മ ഇഷ്ടമുള്ള ഡ്രസ്സ് പോയി എടുത്തോളും. അപ്പൊ ഇടയ്ക്ക് എനിക്ക് എനിക്കറിയാന്നേ, അവിടെ ഞാൻ പോയിട്ട് ഒരു 3-4 കട ഇവിടെ കൊണ്ടുപോയതാ. അവിടുത്തെ ഉടുപ്പൊന്നും എനിക്ക് ഇഷ്ടപ്പെടും, സാരി ഉടുപ്പൊന്നും ഇഷ്ടപ്പെടും. അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അതനുസരിച്ചുള്ള സാധനങ്ങളൊക്കെയാണ്. അവിടുത്തെ ഉടുപ്പ് പഠിച്ചാൽ നമ്മുടെ ഇവിടെ വന്ന് ഈ ഹെയർ അഞ്ചികൾ ഇട്ടുകൊണ്ട് നടന്നാൽ ചിലര് കൈവറക്കും. ഒന്നും വേണ്ട. ഞാൻ അവിടെ പോയപ്പോ ഞാൻ അമ്മയ്ക്ക് 2 കുർത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഇറക്കം കുറവാ, അപ്പൊ അവിടെ അങ്ങനത്തെ കിട്ടുള്ളൂ. ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ നമ്മുടെ അവിടുത്തെ കൂട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇവിടെ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ ആൾക്കാർക്കൊരു ഇത് തോന്നും. അപ്പൊ അതുകൊണ്ട് ആണ് നമുക്ക് നോക്കാം. ദുബായിലെ രാജ്യങ്ങളിൽ നിന്ന് പറഞ്ഞാൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അതെ വിവിധ വേഷങ്ങൾ. അതെ അവിടെ ഇപ്പൊ അവിടെ ഞാൻ അവിടെ ഷോർട്സും കുട്ടി നിക്കറും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന അത് ഇവിടെ വന്നിട്ട് ഇട്ട് കഴിഞ്ഞാൽ നാളെ നാട്ടുകാർ എന്നോട് പറയും വേണ്ട ആ കൊച്ചു ദുബായിൽ പോയതിൻ്റെ പത്രാസ് കാണിക്കുമെന്ന് പറയും. അപ്പം അതുകൊണ്ട് പക്ഷേ നമ്മൾ ഇട്ട് കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് അമ്മയ്ക്ക് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ എനിക്ക് വേണ്ടുന്ന എല്ലാം നീ കൊണ്ടുവന്നു, ഞാൻ പറഞ്ഞു വിട്ട സാധനങ്ങൾ എല്ലാ സാധനവും എത്തി. അമ്മയ്ക്ക് ഏറ്റവും സന്തോഷം മോക്കും എനിക്കും കൂടുതലായിട്ട് തരുന്നതിനകത്ത് അല്ലേ, മോനും അത് സന്തോഷമുള്ള കാര്യം തന്നെ. പിന്നെ വേണ്ടുന്ന എനിക്ക് ആവശ്യമുള്ള അമ്മ സത്യത്തിൽ ഞാൻ എന്നെ വേണ്ടെന്ന് ചോദിച്ചപ്പം അമ്മയാണ് സോപ്പ്, പിന്നെ അങ്ങനെ അടുക്കളയിലോട്ടുള്ള സാധനങ്ങളൊക്കെ. അതെ അങ്ങനെയുള്ള സാധനങ്ങൾ അല്ല, ഞാൻ എന്നെ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ അമ്മയാണ് ലിസ്റ്റ് തന്നെ. അപ്പം ആ ലിസ്റ്റിൻ്റെ അകത്തുള്ള എല്ലാ സാധനവും ഉണ്ട്. എന്താ ഞുള്ളിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ 2 വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നത് കേട്ടോ. 2 പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ 2 പോർഷനായിട്ടാണ് ഇട്ടേക്കുന്നത്. അതെല്ലാവരും കണ്ടു. നമുക്ക് സൂര്യൻ ഇങ്ങനെ കണ്ണിലോട്ട് അടിക്കുന്നുണ്ട്, കണ്ണ് മറക്കാൻ പറ്റുന്നില്ല. പിന്നെ പൊന്നു വന്നപ്പം വേണ്ടുന്ന സാധനങ്ങളെല്ലാം ആങ്ങളയ്ക്കും അനിയത്തിക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കരുതി കൂട്ടി തന്നെയാണ് അവൾ അവിടുന്ന് വന്നത്. പഠിക്കാൻ പോകുന്ന പിള്ളേർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്കും ഞങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന ഞങ്ങൾക്കും എല്ലാം കരുതി കൂട്ടി തന്നെ ഓരോന്ന് മേടിച്ച് പെറുക്കി കൊണ്ടുവന്നു. അതിലൊക്കെ ദൈവത്തോട് നന്ദി പറയുന്നു. ഇനിയും നല്ല ആരോഗ്യവും വയസ്സോടു കൂടി എൻ്റെ മോള് ജോലിയൊക്കെ ചെയ്യട്ടെ.
അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അന്നേരം നമ്മുടെ കൊച്ചു വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അപ്പുറത്തുള്ള ബെല്ലൈക്കനൊക്കെ ഇടിച്ച് പൊട്ടിച്ചേരാം കേട്ടോ. കമന്റ് വിടണം. ഇപ്പൊ എല്ലാരും കമന്റ് ഒക്കെ ഇടുന്നുണ്ട്. കുട്ടമ്മ അതൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട്.